ഈ സിനിമയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പ കാണാൻ അപ്പ എന്ന് വിളിച്ച് പോകുന്ന ടീമുകളാണെല്ലാം. അല്ലാതെ സ്ഥായിയായിട്ടൊരു ബന്ധങ്ങളൊന്നും സിനിമയിൽ ആർക്കും ഉണ്ടാവില്ല. എല്ലാവരും പറയും സിനിമക്ക് ഭയങ്കര സ്നേഹമാണ്. ഒന്നുമില്ല എന്നാൽ അങ്ങനെ ഒരു സ്നേഹം ആത്മാർത്ഥം ഒന്നും ഇല്ലാത്തവരാണ്. അങ്ങനെ ഈ പാവപ്പെട്ടവരെ സഹായിക്കുക അങ്ങനത്തെ ഒരു മൈൻഡും ഇല്ല. അതൊക്കെ നമ്മളെ തോന്നലാണ്. എന്നാൽ വേറെ ഒരു നടന്മാരും ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് തോന്നില്ല. പുള്ളി ഫുൾ പേയ്മെൻറ്റ് അവിടെ സെറ്റിൽ ചെയ്ത് അതിന് പുറമെ ഈ കൊച്ചിന് മാസത്തെ ചെക്കപ്പ് കാര്യങ്ങളെല്ലാം പുള്ളിയാണ് ചെയ്യുന്നത്. ഇപ്പം തന്നെ നമ്മൾ എത്രയോ പേർക്ക് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിപ്പം എൻ്റെ കയ്യിൽ നിന്നൊന്നുമല്ല, എന്നാൽ ഒരുപാട് പേരെ തെണ്ടി പറയുകയാണ്. ഇന്ന് വരെ ജാഫർ ഇടുക്കി ഇക്ക മാത്രമാണ് എനിക്ക് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പൈസ തന്നത്. ഒറ്റ ആർട്ടിസ്റ്റിൽ നിർത്താൻ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ 10-20 വർഷം അവരോട് ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടേ ഈ ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടൊക്കെ അവരെ നമ്മളെ വിളിക്കും. ഇന്ന് വരെ 1 രൂപ അവരാരും ഈ പാവത്തങ്ങൾക്ക് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അല്ല, ഞാൻ ചോദിക്കുന്നില്ല, ചാരിറ്റി വർക്ക് ചെയ്യുന്ന ആളാണ് ശാലു പേയാട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ആവശ്യകത വരുമ്പോഴത്തേക്ക് സിനിമാക്കാരെ ഞാൻ സമീപിച്ചിട്ടില്ല. കാരണം എനിക്കറിയാം അവർ തരില്ല. ആരെങ്കിലും സമീപിച്ചിട്ടില്ല, ഒരാൾ പോലും ചോദിച്ചിട്ടില്ല. പക്ഷേ എന്നെ ഇങ്ങോട്ട് വിളിച്ചു, ഞങ്ങളെ മക്കളടാ ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്, എടാ മനടാ ഞാൻ വീഡിയോ കണ്ടാ, നീ ഒരു കാര്യം ചെയ്ത് നീ ഇറങ്ങ്, ഞാൻ ഒരു ഡ്രസ്സ് മേടിക്കാനുള്ള പൈസ തരാമെന്ന് പറഞ്ഞിട്ട് പുള്ളി എനിക്കൊരു 5000 രൂപ പുള്ളി തന്നു. അത് പുള്ളിയുടെ വലിയ മനസ്സെന്നേ ഞാൻ പറയുള്ളൂ. കാരണം വേറെ ഒറ്റ എണ്ണം ഇന്ന് വരെ ஆனால் കൊടുക്കണമെങ്കിൽ എന്തോരം കൊടുക്കണം, എത്ര പേർ ஆனால் അറിയാമോ, ഈ സിനിമാക്കാർ നമ്മൾ വിചാരിക്കുമ്പോഴൊന്നുമല്ല. ഈ സിനിമയിൽ വർക്ക് ചെയ്യുന്ന 90% ടെക്നീഷ്യന്മാരും പാവങ്ങളാണ്, കാശുള്ളവരല്ല, ഒന്നുമില്ലാത്തവരാണ്. യൂണിറ്റിൽ വർക്ക് ചെയ്യണതൊക്കെ എത്ര പാവങ്ങളെന്നറിയാമോ. നമ്മുടെ യൂണിറ്റിൽ വർക്ക് ചെയ്യണ ഒരു ചേട്ടനുണ്ട്, മധു എന്നാ പേര്, ACSൽ മുമ്പ് ഉണ്ടായിരുന്നത്. പുള്ളിയുടെ മോന് ഒരു വലിയൊരു അസുഖം വന്നിട്ട് ഒരു ദിവസം പുള്ളിക്ക് ട്രീറ്റ്മെൻറ്റിന് തന്നെ 10-3000 രൂപ വേണം. ஆனால் എൻ്റെ വിളിച്ചിട്ട് കടം ചോദിച്ചിട്ട് എന്നെ തിരിച്ച് വാങ്ങിക്കില്ല ഞാൻ. എന്നാലും എന്നെ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞ രീതിയിൽ ഞാൻ 2 പ്രാവശ്യം കൊടുത്തെണ്ണ. പക്ഷേ ഇപ്പം നമുക്ക് അങ്ങനെ എന്താ കൊടുക്കാൻ പറ്റില്ല. കാരണം ഒറ്റ സിനിമക്കാർ, അതായത് നമ്മുടെ ഈ ഫെഫ്ക സിനിമ സംഘടന പോലും 1000 രൂപ തികച്ച് കൊടുത്തിട്ടില്ലെന്നുള്ളതാണ്. ഒറ്റ സിനിമക്കാർ കാശുണ്ടാക്കുന്ന മുഴുവൻ ഈ നടന്മാരല്ലേ? അത്രയേ ഉള്ളൂ. കാശുണ്ടാക്കുന്ന പാവങ്ങൾ കഷ്ടപ്പെടുക ആണ് സത്യം. ഈ മാട്ട പണിയടിക്കണ പട്ടി പണിയെടുക്കണതൊക്കെ അവർക്കൊന്നും ഒരു ലാഭമില്ല സിനിമ കൊണ്ട്. എന്നുവെച്ചാൽ രാവിലെ 6 മണിക്ക് ഇറങ്ങി 9:30 മണി വരെ വർക്ക് ചെയ്യണം. അപ്പോഴും കിട്ടുന്ന ശമ്പളം എന്ന് പറയുന്നത് 2500 രൂപയാണ്. ഈ 2500 രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് ആലോചിക്കുന്നത്. ബംഗാളി മറ്റേ നമ്മളിവിടെയുള്ള അവന്മാർക്ക് പോലും അത്രയും സമയം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3000 രൂപ മാർക്ക് കിട്ടും. അല്ല, ഈ താരങ്ങളുടെയൊക്കെ ശമ്പളം അത്ര ഹൈ അല്ലേ? ചിന്തിക്കുന്ന അവർക്ക് പൈസ കൊടുത്തില്ലെങ്കിൽ അവർ ഇറങ്ങൂല, ഷൂട്ട് കിടക്കും. നമ്മൾ ഈ ടെക്നീഷ്യന്മാർ ആരെങ്കിലും ഇറങ്ങൂലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ അപ്പം കളഞ്ഞിട്ട് അടുത്ത പുതിയ ആളെ വരും. അതിനൊക്കെ ഈ എന്താ പറയുക, ഈ ഫെഫ്ക പോലുള്ള സംഘടനയുടെയൊക്കെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ വരെ സപ്പോർട്ടാണ് ആർക്ക്, പ്രൊഡ്യൂസറിന്. പക്ഷേ ഒരു പാവപ്പെട്ടവൻ ചെന്നിട്ട് ശമ്പളം കിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോടേന്ന് പറയും. അത്രയേ ഉള്ളൂ. അവനെ അപ്പം കുറ്റക്കാരനാക്കി മാറ്റും. അതാണ് എൻ്റെ രീതി. അല്ല, പടത്തിൽ നായകനായ ടൊവിനോ തോമസിന് 2.5 കോടി വാങ്ങിക്കുമ്പോൾ ഇവിടെ ഇതാണ് എൻ്റെ ഒരു. അല്ല, ഈ നടന്മാരെ ഇങ്ങനെ മാറ്റി നിർത്തലുണ്ടോ നിങ്ങളെയൊക്കെ? നമ്മുടെ ഒന്നും ഒരു കുഴപ്പമില്ല, എല്ലാവരും ഭയങ്കര കാര്യം സ്നേഹമൊക്കെയാണ്. നല്ല ഒരു എന്താ പറയുക, ശല്യക്കാരൻ എന്നുള്ള രീതിയിലാണ് എങ്ങനെയാണ് ഇവരുടെ അപ്രോച്ച് ചെയ്യുന്നത്? നമ്മുടെ അടുത്ത് ഭയങ്കര കാര്യം സ്നേഹമൊക്കെയാണ്. പക്ഷെ നമ്മളൊക്കെ ഒരു ഡിസ്റ്റൻസ് ഇട്ടേ നമ്മളെ നിർത്തുള്ളൂ. നമ്മളെ നിർത്തണമല്ല, നമ്മളെ നിർത്തുള്ളൂ. എന്ന് വെച്ചാൽ നമുക്കങ്ങനെ അവരുമായിട്ട് അങ്ങനെ അധികം, ഞാൻ പറഞ്ഞില്ലാണ്, ഈ സിനിമയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പ കാണാൻ അപ്പ എന്ന് വിളിച്ച് പോകുന്ന ടീമുകളാണെല്ലാം. അല്ലാതെ സ്ഥായിയായിട്ടൊരു ബന്ധങ്ങളൊന്നും സിനിമയിൽ ആർക്കും ഉണ്ടാവില്ല. അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട്? ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ടെക്നീഷ്യന്മാർ തമ്മിൽ അങ്ങനെ ഈ പറയും പോലെയൊന്നും ഒരു ഇതിനാകൊന്നുമില്ല. 5 ദിവസം വർക്ക് ചെയ്യാതെ വരായിരുന്നു ഞാൻ അടുത്ത. ഇപ്പം നമ്മളിപ്പോൾ ഒരു പടം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് മറ്റേ ഫുഡ് കൊണ്ടൊരാൾ, തുണി നനയ്ക്കുന്ന ആൾ, ഇതിനാൾ ഇത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി പോയിട്ട് അടുത്ത ലൊക്കേഷനിൽ പോയി വയ്ക്കണം. ആലുവ മണപ്പുറത്ത് കണ്ട പരിചയം പോലും കാണിക്കൂല. അതങ്ങനെയാണ്. അങ്ങനെ അനുഭവം വല്ലതും ഉണ്ടായിട്ടുണ്ട്? ഇഷ്ടം പോലെ എനിക്ക് മാത്രമല്ല, ഇഷ്ടം പോലെ ആൾക്കാർ. എനിക്ക് ഉള്ള അനുഭവങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ കൂട്ടത്തിലൊരു പയ്യന്, ഫോട്ടോഗ്രാഫർ ഒരു പയ്യൻ്റെ വീട്ടിൽ വെള്ളം കയറി. അപ്പോൾ ഞങ്ങൾ അവന് കുറച്ച് പൈസ കളക്ട് ചെയ്ത് കൊടുത്ത്. അതാണ് എന്നെ പുറത്താക്കി. അതായത് അവരെ ഈഗോ ഭയങ്കരമാണ് ഇവർക്കൊക്കെ. അപ്പോൾ ഈഗോ കയറിയിട്ട് എന്നെ പുറത്താക്കി 1 വർഷത്തേക്ക്. ഇപ്പോൾ ഏതാണ്ട് 2 വർഷം അവരായി. ഇതുവരെ എനിക്ക് ഒഫീഷ്യലായിട്ടൊരു ലെറ്റർ പോലും തന്നിട്ടില്ല. ഇറക്കാൻ നേരത്ത് ലെറ്റർ തന്നു, തിരിച്ച് 1 വർഷം കഴിഞ്ഞ് എടുക്കാൻ നേരത്ത് ലെറ്ററില്ല, ഒന്നുമില്ല. ഞാൻ പിന്നെ ആ ഭാഗത്തോട്ടൊന്നും പോയിട്ടില്ല. നമുക്ക് എൻ്റെ ഇത് എന്തോ സിനിമയോട് എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് നമുക്ക് പോയിട്ടില്ല. പറഞ്ഞെന്ന് പറഞ്ഞ് ഞാൻ അതിനുശേഷം ചെയ്തത് അക്ഷയ് കുമാറിൻ്റെ പടമാണ് ഞാൻ പോയി ചെയ്തത്, ഹിന്ദിയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ദൈവം നമ്മളെ കാണുന്നുണ്ട്, കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, അങ്ങനെ ഒരു ആരടുത്തും അങ്ങനെ കമ്മിറ്റ്മെൻറ്റ് അതൊന്നും ഇല്ല ഇവർക്ക്. സിനിമാക്കാർക്ക് ആരടുത്തും ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ല. എല്ലാവരും പറയും സിനിമാക്കാർ ഭയങ്കര സ്നേഹമാണ്. ഒന്നുമില്ല. എന്നാൽ അങ്ങനെ ഒരു സ്നേഹം ആത്മാർത്ഥം ഒന്നും ഇല്ലാത്തവരാണ്. അങ്ങനെ ഈ പാവപ്പെട്ടവരെ സഹായിക്കുക
അങ്ങനത്തെ ഒരു മൈൻഡും ഇല്ല. അതൊക്കെ നമ്മളെ തോന്നലാണ്. അതായത് കൂടെ വർക്ക് ചെയ്യണവരെയൊന്നും അങ്ങനെയൊന്നും പ്രൊട്ടക്ട് ചെയ്തില്ല, അങ്ങനെയൊന്നും പ്രൊട്ടക്റ്റ് ഒന്നും ചെയ്യില്ല ആരും. അനുകമ്പ അതൊന്നുമില്ല. അങ്ങനെ തോന്നി നടന്മാരാണ് എടുത്തു പറയാത്ത കാരണം. എനിക്ക് ലാൽ സാറ്, മോഹൻലാൽ സാറിനെ പറ്റി നേരെ തിരിച്ച നല്ല പലരും അതൊക്കെ പറയണം. പക്ഷേ ലാൽ സാർക്ക് എനിക്ക് അറിയാന്നുള്ള കാര്യം സ്വന്തം ഡ്രൈവറെ പോലും പരിഗണിക്കാത്ത ആളാന്നൊക്കെ ഒരുപാട് അതൊക്കെ അവൻ്റെ കയ്യിൽ ഇപ്പോൾ ശരിയില്ലാത്തതുകൊണ്ടായിരിക്കും. അല്ലാതെ ലാൽ സാർക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യണം, എനിക്കറിയാം. ഹെൽപ്പ് ചെയ്യണം. ദിലീപേട്ടനൊക്കെ നന്നായിട്ട് സഹായിക്കും കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ബോഡി ഗാർഡ് സിനിമ ഷൂട്ട് നടക്കുന്ന സമയത്ത് അവിടെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി. ആ സമയത്ത് നയൻതാരയും ദിലീപേട്ടനൊക്കെയാണ് അവർക്ക് സാമ്പത്തികമായിട്ടൊക്കെ എല്ലാ കാര്യങ്ങളും നോക്കി. അത് ദിലീപേട്ടൻ അല്ലെങ്കിൽ എനിക്ക് ദിലീപേട്ടനെ അറിയാം. സാമ്പത്തികമായിട്ടൊക്കെ പുള്ളി ഒരുപാട് പേരെ സഹായിക്കും. ഒരുപാട് പേരെ സഹായിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് പുള്ളി ഭയങ്കരമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യും. അത് അടുത്ത് വർക്ക് ചെയ്തിട്ടുള്ള ഒരാളും പറയില്ല പുള്ളി. പക്ഷെ അവർക്ക് പബ്ലിസിറ്റി ഇഷ്ടപ്പെടുന്നില്ല. ദിലീപേട്ടൻ പബ്ലിസിറ്റി ഈ അടുത്ത സമയത്ത് ഈ സാബു സർഗ് എന്ന് പറഞ്ഞ ഒരാള് സുരേഷ് ഗോപിയെ പറ്റി പറഞ്ഞത് ഭയങ്കര വൈറലാണ്. ആണ് ഏറ്റവും കൂടുതൽ സുരേഷ് ഗോപി സഹായിച്ചാൽ ഭയങ്കര പബ്ലിസിറ്റി ആഗ്രഹിക്കുന്നു. ആണ് ചുമ്മാ ആണ്. അതൊക്കെ അസൂയ കൊണ്ട് പറഞ്ഞത്, സുരേഷ് ചേട്ടൻ്റെ ഇടയ്ക്കുള്ള അസൂയ കൊണ്ട് പറഞ്ഞത് ഞാൻ പറയുള്ളൂ. എന്ന് വെച്ചാൽ കാര്യം പറഞ്ഞുതരാം. ഗരുഡൻ നടക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ പ്രദീപ് വിതുര എന്ന് പറഞ്ഞിട്ടൊരു മേക്കപ്പ് മാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ മോൾക്ക് ഈ അതിൻ്റെ പേര് എന്തൊരു ഫേസ് മാസ്ക് അങ്ങനത്തെ പറഞ്ഞിട്ടൊരു സംഭവം ഇവിടെ എന്തോ ഒരു സംഭവം വയ്ക്കണം. അപ്പോൾ അതിന് 5.5 ലക്ഷം രൂപയാണ് തോന്നുന്നു അതിൻ്റെ വില. അപ്പോൾ ഇവനെ കൊണ്ട് കൂട്ടിയാൽ അപ്പോഴും കൂടൂല, നമ്മളൊക്കെ നടക്കൂല. അങ്ങനെ അവൻ പറഞ്ഞ ആളിയാ നീ ഒന്നുമില്ല, നീ നേരെ ചേട്ടനെ കണ്ട് കാര്യം പറയാമെന്ന് പറഞ്ഞു. ക്യാരവനകത്ത് തള്ളി കയറ്റി വിടും ഞാനാണ്. എന്നാൽ തിരിച്ച് കയറിയിട്ട് ഇറങ്ങി വന്നിട്ട് എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ച് അവൻ കരഞ്ഞപ്പം എൻ്റെ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, അളിയ മോളുടെ തിന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോകാനാണ് പറഞ്ഞത്. എന്നാൽ വേറെ ഒരു നടന്മാരും ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് തോന്നില്ല. പുള്ളി ഫുൾ പേയ്മെൻറ്റ് അവിടെ സെറ്റിൽ ചെയ്ത് അതിന് പുറമെ ഈ കൊച്ചിന് 3 മാസത്തെ, അതായത് ഈ അടുത്തിടെ വരെ എൻ്റെ അറിവിൽ ഈ അടുത്തിടെ വരെ ആ കൊച്ചിനുള്ള മാസത്തെ ചെക്കപ്പ് കാര്യങ്ങളെല്ലാം പുള്ളിയാണ് ചെയ്യുന്നത്. അതൊന്ന് എൻ്റെ അനുഭവത്തിലാണ്. വേറൊരു കേസുണ്ട്, ഒരു കൊച്ചിന് കാഴ്ചയില്ല, പുള്ളിയെ ചെന്ന് കണ്ട്. ഇതൊക്കെ നമ്മൾ ഈ ലൊക്കേഷൻ നടക്കണമല്ലോ, പുള്ളിയെ കാണാൻ വേണ്ടി ആൾക്കാർ വന്ന് നിൽക്കും കേട്ടോ. നൈസായിട്ട് പുള്ളിക്ക് ജെന്യുവനായിട്ടുള്ള കേസുകൾ. പുള്ളി ഇതൊന്നും പുറത്ത് പറയണതാണ്. എൻ്റെ അനുഭവത്തിന് 25 കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റും ആ ഒരു പടത്തിൽ, സുരേഷ് ഒരൊറ്റ പടത്തിൽ. പിന്നെ ആണ് എന്നെ വിളിച്ചിട്ടുണ്ടെന്നാ സുരേഷ് ഗോപി. ഞാൻ ഓരോ വീടിൻ്റെ ഇടുമ്പോൾ പറയും, എടാ അത് ഞാൻ ചെയ്യാം. പറയും ചേട്ടാ അത് ഞാൻ സെറ്റ് ചെയ്യും. അപ്പോൾ നമ്മളൊരു സാധനം കണ്ടിട്ട് നമുക്ക് ചെയ്യണം എന്നുള്ളതാണല്ലോ. അപ്പോൾ പുള്ളി അത്രയും ഇതായിട്ട് വരും. എന്ത് പറയാൻ അത് സുരേഷ് ഗോപിയുടെ കാര്യം നിങ്ങൾ പറഞ്ഞപ്പോൾ ബോധ്യമായി. അല്ല, ഒരു പൈസ ഉണ്ടായിട്ട് സഹായിക്കാത്ത അളിയന്മാരും സഹായിക്കുന്നത് 5 പൈസ കൊടുക്കാത്തുള്ള എത്ര നടന്മാരുണ്ട്. പിന്നെ പേര് പറഞ്ഞാൽ പിന്നെ നമ്മൾ നാളെ ഇനി അവരെ കുറ്റം പറയുന്നതാകും. എന്ന് വെച്ചാൽ പേര് പറയണില്ല, പക്ഷെ എന്നാലും ഈ പറഞ്ഞ പോലെ എത്രയോ പേർക്ക് സഹായിക്കാം. അത്രയും കൂടെ വർക്ക് ചെയ്ത് എന്ന് വെച്ചാൽ ഈ എനിക്ക് തോന്നുന്നു ഈ ആർട്ടിസ്റ്റുകളുടെ കൂടെയൊക്കെ നിൽക്കുന്ന പയ്യന്മാരെ അവരുടെ അടുത്തുള്ള ഇഷ്ടം കൊണ്ട് നിൽക്കുന്നവരുണ്ട്. അത് ഇഷ്ടം കൊണ്ട് മാത്രമല്ല, ഇവരെയൊക്കെ വീടെന്ന് പറയുന്നത് ഭയങ്കര അവസ്ഥയിലായിരിക്കും. പല ആർട്ടിസ്റ്റിൻ്റെ കൂടെ നിൽക്കുന്ന പയ്യന്മാരും നമ്മുടെ അടുത്തൊക്കെ കടം ചോദിക്കും. സ്നേഹത്തിൻ്റെ പുറത്ത് കടം ചോദിക്കാനാണ് ഞാൻ പറയുന്നത്. നമ്മളായിട്ടുള്ള ചേട്ടാ ഉണ്ടെങ്കിൽ ഒരു 5000 രൂപ തരും കേട്ടോ വീട്ടിലത്തേക്ക് കൊടുക്കുന്നത്. അപ്പോൾ എന്താ പൈസ കിട്ടില്ലേ? അപ്പോഴാണ് അവർ പറയും, ചേട്ടാ അത് ഇവിടെ നിന്ന് കിട്ടുന്ന പൈസ കേട്ടോ. അത് പിന്നെ ഈ സിനിമയിൽ പൈസ കിട്ടുന്ന അറിയാലാണ്, ആഴ്ചയിലൊരിക്കൽ കിട്ടുന്ന പടങ്ങളുണ്ട്. പിന്നെ ഈ ആർട്ടിസ്റ്റുകളുടെ അസിസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ആർട്ടിസ്റ്റൊക്കെ പൈസ കൊടുക്കുന്നതാണ്. ചുമ്മാ ഉണ്ടായി അവന്മാർ ഒരു വർക്ക് കഴിയുമ്പോൾ ഒരു 25,000 രൂപ കൊടുത്താലായി. പൈസ കൊടുക്കണ മൊത്തം ഇവിടെ കമ്പനിയിൽ നിന്നാണ് വാങ്ങുന്നത്. എന്നിട്ട് കമ്പനിയിൽ സാധാരണ ഒരു മേക്കപ്പ് മാൻ 1500 രൂപ വാങ്ങിക്കുമെന്നുണ്ടെങ്കിൽ യവൻ്റെ അവിടെ നിന്ന് 750 രൂപ അല്ലെങ്കിൽ 1000 രൂപ വാങ്ങിക്കാൻ പറ്റുള്ളൂ. അതും യവന്മാർ കുറച്ച് പറയും. എന്നിട്ട് യവന്മാർ കൊടുക്കുമെന്ന് വെച്ചാൽ അതുമില്ല. ഇതൊക്കെയാണ് നമ്മൾ വിചാരിക്കുമ്പോൾ നല്ലതാണ്. ഈ പുറമേ നിന്ന് കാണുന്ന ഈ താര പൊലിമ മാത്രമേ ഉള്ളൂ. അകത്തോട്ടൊക്കെ വരുമ്പോൾ അവൻ്റെയൊക്കെ ജീവിതമൊക്കെ ഭയങ്കര കഷ്ടപ്പെടും. നമ്മളെ പിള്ളേരെയൊക്കെ അവർ പുതിയ കാറുകൾ വർഷത്തിലൊരിക്കൽ എടുക്കുമ്പം ഇവൻ്റെ വീട്ടിൽ അവൻ അപ്പോഴും പോണത് ബൈക്കിലും ആട്ടയും പിടിച്ചിരിക്കും. അത് ഭയങ്കര സംഭവമാണ്. അതായത് കീർത്തി സുരേഷിൻ്റെ കൂടെ ഞങ്ങൾ മറ്റേ ആ പടം നടക്കുന്ന സമയത്ത് 10-12 പേരൊക്കെയാണ് അന്ന്. പിന്നെ ഭയങ്കര ചെലവൊക്കെയാണ്. അതല്ല മറ്റേ മരക്കാരന് 10-12 പേരുണ്ടാണ്. അവരങ്ങനെയാണ്. അത് ആണ് ഇതിലൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാ ആർട്ടിസ്റ്റുകളും അങ്ങനെ തന്നെ. ഈ എന്ത് പറയണ ഈ എങ്ങനത് പറയാൻ, ഈ ഷൂട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പ്രൊഡ്യൂസറാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. ആരെങ്കിലും പൈസ ഇല്ലാക്കുമ്പോൾ പിന്നെ ചിലവാക്കണ്ടേ, പിന്നെ കാണിക്കും. ഇപ്പം ഞാനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക പടങ്ങളിലും ഞാൻ ചിലപ്പോൾ ഒറ്റയ്ക്ക് പോകുന്ന പടങ്ങൾ എത്ര പടങ്ങളുണ്ട് അസിസ്റ്റൻ്റായിട്ട് വായിക്കണം. ഞാൻ പ്രിയൻ സാറിൻ്റെ പടം ചെയ്യുമ്പോൾ ഞാൻ കഴിയണം ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുള്ളൂ. കാരണം താരങ്ങളുടെ കൂടെ ഒരു പടം തന്നെ ഉണ്ടല്ലോ, ഒരു ലോഡ് ആൾക്കാരാണ്. പിന്നെ ഒരു ലോഡ് ആൾക്കാരാണ്. അത് ആവശ്യമില്ലാത്ത ആൾക്കാരെ സുഹൃത്തുക്കളൊക്കെ. ആക്ച്വലി ഒരു മേക്കപ്പ് മാൻ വേണം, ഒരു കോസ്റ്റ്യൂമർ വേണം.
ഇപ്പോൾ ഒരു സൂപ്പർ സ്റ്റാറൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2-3 പേര് വേണം. എന്നാൽ കാരണം വെച്ച് കഴിഞ്ഞാൽ കുറേ പണി കാണും. ബാക്കി ഈ പറഞ്ഞല്ലേ അണ്ടനോടോടനായിട്ട് നിൽക്കുന്ന അങ്ങനെയൊക്കെ വരുന്നുണ്ടല്ലേ? അത് ഈ producer ആണ് ഇന്നലെ പറഞ്ഞ പുതിയ നായികയ്ക്ക് പോലും 3-4 പേര് കൂടെ വരുവണ്ണ. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ. ഞാൻ പറഞ്ഞില്ലേ, ഒരുത്തൻ പൈസയും കൊണ്ടുവന്ന് ഒരു സിനിമ ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെട്ട് വരുമ്പം അവനെ എങ്ങനെയൊക്കെ ഉപദ്രവിക്കാൻ പറ്റും അങ്ങനെയൊക്കെ. ഈ ബാൾട്ടി ഷെയ്ൻ നിഗത്തിന്റെ പടമാണ്, അദ്ദേഹത്തിനോടാണ് അവസാനം പടം ചെയ്ത് നിർത്തിയേക്കുന്നത്. അപ്പോൾ ഈ ഷെയ്ൻ നിഗത്തിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്? മൈൻഡ് ആണ് ഷൈനൊക്കെ പാവണെന്നാ, പാവം പേരാണ്. നമ്മൾ അങ്ങനെ എല്ലാവരും പലതും പറയും, പഞ്ചാബ് മറ്റേന്നൊക്കെ പറയുന്നത്. ആണ് അതൊക്കെ ഓരോരുത്തർ പേഴ്സണൽ കാര്യങ്ങളാണ്. പക്ഷേ അവൻ ലൊക്കേഷനിൽ ഞാൻ അവനോട് 2 പടം ചെയ്തു. ഈ 2 പടത്തിൽ എനിക്ക് അങ്ങനെ ഒരു മോശം അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല. കാരണം 2 പടം എന്ന് വെച്ചാൽ ഒന്ന് ബാൾട്ടി, ഒന്ന് മറ്റേ പ്രിയൻ സാറിൻ്റെ ഒരു പടമുണ്ട്, പടത്തിൻ്റെ പേര് കൊറോണ പേപ്പർ. ഈ 2 പടം ഞാനാണ് ചെയ്തത്. എന്നാൽ ഈ 2 പടത്തിലും അവൻ മിണ്ടാതെ വരുന്നു, അവൻ ജോലി ചെയ്യുന്നു, അവൻ പോകുന്നു. അവൻ അവിടെ ആരെടുത്തും ചൊറിയാനും പോകില്ല, ആളാവാനും പോകില്ല. അവൻ മര്യാദയ്ക്ക് ഒന്ന് വർക്ക് ചെയ്യുന്ന അവൻ പോകുന്നു. വേറെ ഒരു ശല്യം എനിക്ക് എൻ്റെ അഭിപ്രായത്തിലില്ല. അല്ല, നിങ്ങൾക്ക്